എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കൂടെയാണെങ്കിൽ ഒരു നല്ല കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല കപ്പ പുഴുങ്ങി അതുപോലെ തന്നെ കാന്താരി ചമ്മന്തിയും പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കാന്താരി ചമ്മന്തി എടുക്കാൻ വേണ്ടി കാന്താരി നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് പച്ചമുളകാണെങ്കിൽ വെച്ചിട്ട് നമ്മൾ ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് മുളക് ഉടച്ച് നമ്മൾ എടുക്കത്തില്ലേ, അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പ്ലാനൊക്കെ മാറിയിട്ട് മീനാണെങ്കിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, എങ്കിൽ മീൻ കറിയും അതുപോലെ കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പലതരത്തിലുള്ള മീൻ കറിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങ അരച്ച് മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ മുളകൊക്കെ ഇട്ട് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ ആണെങ്കിൽ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാൻ വെച്ചു. ഈ സമയം കൊണ്ട് ഫ്രോസൺ കപ്പയാണ്, സാധാരണ ഞങ്ങളാണെങ്കിൽ ഫ്രോസൺ കപ്പയാണ് കൂടുതലും മേടിക്കാറുള്ളത്. സാധാ കപ്പ മേടിച്ചു കഴിഞ്ഞാൽ പകുതിയും അഴുക്കായി പോവും. അത് കാരണം കൊണ്ട് ഫ്രോസൺ കപ്പയാകുമ്പോൾ നല്ല കപ്പ കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയാണ് മിക്ക സമയങ്ങളിലും മേടിക്കാറുള്ളത്. അപ്പം നമുക്കാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് അധികം അങ്ങ് മൂത്ത് പോകരുത് കേട്ടോ, കാരണം പേസ്റ്റ് ആയതുകൊണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിനും ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതിന് ഒരുപാടങ്ങ് മൂത്ത് പോകാതെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ചേർത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത്. അതിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് കിട്ടും, കാരണം ചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ നല്ല ചൂടുണ്ടായിരിക്കും. പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു, തോട്ടുപുളിയാണ് ഇട്ടേക്കുന്നത്. അതിന് മാത്രമല്ല ഈ പുളിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മീൻകറി വെച്ച് മീനിലിട്ട അതേ പുളിയാണ്. അത് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പുളിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ളവർക്കൊക്കെ ഇത് നമുക്ക് വളംപുളിയൊക്കെ ആണെങ്കിലും തോട്ടുപുളിയൊക്കെ ആണെങ്കിലും കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ തോട്ടുപുളിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മീനിലിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ആ പുളിയാണെങ്കിൽ ഒന്ന് മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് മീൻ കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. നല്ല ടേസ്റ്റിലും നമുക്ക് ആവശ്യാനുസരണം മീനുള്ള പുളിയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി വെള്ളമാണെങ്കിൽ തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പുളിയിട്ട് പിന്നെ ആവശ്യത്തിനാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അത്യാവശ്യമാണെങ്കിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കപ്പയൊക്കെ കഴിക്കേണ്ടതല്ലേ. ഒരുപാട് കുറുക്കിയുള്ള മീൻകറിയല്ല വെക്കുന്നത്, ചാറോട് കൂടിയുള്ള മീൻകറിയാണ്. അത് കാരണം കൊണ്ട് കുറച്ചേറെ വെള്ളമാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിളച്ച് കിട്ടും. തിളച്ച് കിട്ടാനും വളരെ പെട്ടെന്ന് തിളച്ച് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തിളപ്പിച്ച് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പുളി ഉപ്പും കൂടി ഇട്ടത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഈ പുളി ഉപ്പും മീനാണെങ്കിൽ നമുക്ക് ഇടുന്നതിന് മുന്നേ കറക്റ്റ് പരുവത്തിനാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് കപ്പയാണെങ്കിൽ വെന്തൊക്കെ വരുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. കപ്പയാണെങ്കിൽ ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ടാണെങ്കിൽ വീണ്ടും ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. കപ്പയൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞിരിക്കുന്ന കപ്പയാണ് കഴിക്കാൻ ഇഷ്ടം. പക്ഷേ ഈ ഒരു കപ്പയാണെങ്കിൽ അധികം അങ്ങ് വെന്ത് അങ്ങനെ വെന്ത് ഉടഞ്ഞങ്ങനെ പോകത്തില്ല. നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മീനാണെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് കൊടുത്തു. ആ സമയത്ത് നമുക്ക് തവി കൊണ്ടൊന്ന് ഇളക്കി എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും ആണെങ്കിൽ മീനൊക്കെ തിളച്ച് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് പിന്നെ തവിയിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി എടുക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോകും. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കപ്പയാണെങ്കിലും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഇത് വെന്തിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം വെന്ത്
ഒരു പകുതി മുക്കാൽ വേവായപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. എന്നാലും ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല പൊടി ഉള്ള കപ്പ പോലെ നല്ലതായിട്ട് പൊടിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചെറുതായിട്ട് തിളപ്പിച്ച് ഒന്നുകൂടെ എടുക്കാം. കുറച്ചുകൂടെ വേവണമെന്ന് തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ആണെങ്കിൽ ഒന്ന് വേവാൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അധികം ഹൈ ഫ്ലെയിമിലല്ല ഇട്ടേക്കുന്നത്. ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് ഉപ്പുകൂടെ ആണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആണെങ്കിൽ അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് തിളച്ച് ഉപ്പുമായ ആ ഉപ്പിട്ട് വീണ്ടും നമ്മൾ ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടാണെങ്കിൽ ഈ കപ്പയിലൊക്കെ പിടിച്ചു വരണമല്ലോ. അതിന് വേണ്ടി കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ മീനാണെങ്കിൽ നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തു. ഒന്നിനൊരു കുറവ് വേണ്ട. നമ്മൾ അധികം താമസമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നാണെങ്കിൽ ഒരു കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചാൽ മീൻ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും അല്ലെങ്കിൽ മീനാണെങ്കിൽ പെട്ടെന്ന് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉലുവാപ്പൊടിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു മീൻകറി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കായപ്പൊടിയൊക്കെ ചേർത്തിട്ട്, ഒന്നും ചേർക്കാതെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മീനൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു. നമ്മുടെ മീനാണെങ്കിലും റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. മീനും കപ്പയും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കട്ടൻ കാപ്പിയൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. കട്ടൻ കാപ്പി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും ഒരു കുറവില്ലാതെ ഞങ്ങൾ അടിപൊളിയായിട്ട് കപ്പയൊക്കെ കഴിച്ചു. പ്രത്യേകിച്ചാണെങ്കിൽ ഈ കപ്പയൊക്കെ പുഴുങ്ങിയത് കഴിക്കാനെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു 4 മണി ഒരു സമയങ്ങളിൽ മഴയോടുകൂടി ഈ കപ്പയൊക്കെ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അല്ലേ. പ്രത്യേകിച്ചാണെങ്കിൽ മീൻകറിയെക്കാട്ടി നല്ലത് ഒരു കാന്താരി ചമ്മന്തിയും ഉണക്കമീൻ ചുട്ടതും കപ്പയും പുഴുങ്ങിയതൊക്കെ ആണെങ്കിൽ കൂട്ടി ഒരു ചെറിയ കട്ടൻ കാപ്പി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കട്ടൻ കാപ്പി ഈ ഒരു വ്ളോഗിൽ കുറേ പറഞ്ഞെന്ന് തോന്നുന്നു. കട്ടൻ കാപ്പി ഇഷ്ടമല്ലാത്തവരൊക്കെ എന്നെ ഓടിക്കുമായിരിക്കും അല്ലേ. ഓടിക്കണ്ട, ഞാൻ തന്നെ ഓടിപ്പോക്കോളാം. കാരണം വീഡിയോ തീരാറായി. ഇത്രയും നേരം ഞാൻ എന്നെ ക്ഷമിച്ചിരുന്ന് വീഡിയോ ഒക്കെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.